ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ വായിക്കാം. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാണ്മാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് മുളപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒരിക്കൽ ഒരു കപ്പലിന്റെ കപ്പിത്താൻ തന്റെ ചെറുപ്രായമുള്ള മകനെയും കൂടെ സമുദ്രയാത്രയ്ക്കായി കൊണ്ടുപോയി. കപ്പിത്താൻ തന്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നപ്പോൾ ആ മകൻ കപ്പലിലെ കാഴ്ചകൾ കാണുവാൻ ഇറങ്ങി. കപ്പലിന്റെ നടുവിലായി വളരെ ഉയരത്തിൽ സ്ഥാപിച്ചിരുന്ന പായ്മരം നോക്കി അവൻ ഏറെ നേരം നിന്നു. അല്പം കഴിഞ്ഞ് അതിലുള്ള ഏണി ഉപയോഗിച്ച് അതിൽ കയറുവാൻ തുടങ്ങി. ഉയരത്തിലേക്ക് പോകുന്തോറും മനോഹരമായ ദൂരക്കാഴ്ചകൾ കണ്ട് തനിക്ക് വളരെ സന്തോഷമായി. വളരെ കുറച്ച് സമയം കൊണ്ട് ആ മകൻ ആ പായ്മരത്തിന്റെ അറ്റത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്ന് താൻ താഴേക്ക് നോക്കിയപ്പോൾ ഭയന്ന് വിറച്ച് കരയുവാൻ തുടങ്ങി. കപ്പലുള്ളവരെല്ലാം ഓടിക്കൂടി അവനോട് കരയേണ്ട എന്നും എങ്ങനെ താഴെ ഇറങ്ങാനാകും എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ബഹളം കേട്ട് കപ്പിത്താൻ ഓടി വന്നു. തന്റെ മകൻ അപ്പനെ കണ്ടതും തന്നെ രക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചു. ആ പിതാവ് ശാന്തമായി ആ മകന്റെ ഓമനപ്പേർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മകനെ, മുകളിലേക്ക് നോക്കി നീ എന്താണ് കാണുന്നത് എന്നോട് പറക. അവൻ നോക്കി. അവൻ പറഞ്ഞു, ഞാൻ നീലാകാശം കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇപ്പോൾ വളരെ പതുക്കെ ഒരു ചുവട് താഴേക്ക് വെച്ച് ഇപ്പോൾ നീ എന്താണ് കാണുന്നത് എന്ന് പറക. അപ്പോഴും ആ മകൻ പറഞ്ഞു, നീലാകാശം. അങ്ങനെ ഓരോ പടിയിലും ആ പിതാവ് ആ ചോദ്യം ആവർത്തിച്ചു. അങ്ങനെ പടിപടിയായി ആ മകൻ താഴെ ഇറങ്ങി. തന്റെ അപ്പൻ എനിക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തില്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് മറ്റെല്ലാവരെക്കാളും ആ പിതാവിനെ അനുസരിക്കുവാൻ ആ മകൻ തീരുമാനിച്ചു. ഏദൻ തോട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. തോട്ടത്തിൽ ജീവന്റെ വൃക്ഷം ഉൾപ്പെടെ എല്ലാ മരങ്ങളും ആദാമിനും ഹവ്വയ്ക്കും സ്വതന്ത്രമായി ഭക്ഷിക്കാമായിരുന്നു. എന്നാൽ അവൻ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം ആണ് തിന്നുവാൻ ആഗ്രഹിച്ചത്. ഈ വൃക്ഷം എന്തിനായിരുന്നു ദൈവം ആ തോട്ടത്തിൽ വെച്ചത്? അതെന്താണ് അർത്ഥമാക്കുന്നത്? വൃക്ഷം അതിൽ തന്നെ തിന്മയായിരുന്നില്ല, കാരണം താൻ ഉണ്ടാക്കിയതെല്ലാം നല്ലതാണെന്ന് ദൈവം പറഞ്ഞു. അതിനാൽ ഇത് ആന്തരികമായി മോശമായുള്ള ഒരു വൃക്ഷമായിരുന്നില്ല. പക്ഷെ അത് മനുഷ്യന് ഭക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നില്ല ദൈവം അവിടെ വെച്ചത്. കൽപ്പന വളരെ ലളിതമായിരുന്നു. ആ ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അനന്തരഫലം ഒരുപോലെ വ്യക്തമായിരുന്നു. മനുഷ്യൻ ഭക്ഷിച്ചാൽ അവൻ മരിക്കും. ആദാമും ഹവ്വയും അത് കഴിച്ചതിന് ശേഷം ശാരീരികമായി മരിച്ചില്ല എന്നതിൽ നിന്ന് പഴം ഉടനെ മരിച്ചു വീഴത്തക്കവണ്ണം വിഷമുള്ളതായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. മരമായിരുന്നില്ല പ്രശ്നം, അനുസരിക്കാതിരിക്കുവാനുള്ള തീരുമാനമായിരുന്നു പ്രശ്നം. നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ദൈവവുമായുള്ള ആത്മബന്ധത്തെക്കാൾ സ്വന്തം ആർജിച്ചെടുക്കുന്ന അറിവിലൂടെ ജീവിക്കുവാനാണ് മനുഷ്യൻ പൊതുവെ ആഗ്രഹിക്കുന്നത്. അറിവ് അഹങ്കാരത്തിലേക്കും അതുവഴി ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയിലേക്കും നമ്മെ നയിക്കും. അറിവ് നമ്മെ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്കും അനുസരണത്തിലേക്കും നയിക്കുന്നില്ല എങ്കിൽ അത് നമുക്കൊരു പ്രയോജനവും ചെയ്യുകയില്ല. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു എന്ന് നാം പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന അറിവ് വിശ്വസിക്കണമെങ്കിൽ അതിന്റെ ഉറവിടം വിശ്വസനീയമാണെന്ന് ഉറപ്പുവരുത്തണം. ആദാം പാപം ചെയ്തതു മുതൽ മനുഷ്യർക്ക് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. എന്നാൽ അറിവിന്റെ സ്രോതസ്സായ ദൈവത്തെ നിരാകരിച്ചതിനാൽ
നമ്മുടെ ഇപ്പോഴുള്ള അറിവിൽ നമുക്ക് വിശ്വാസമില്ല. അതിൽ നാം തൃപ്തരല്ല. കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലുമുള്ള അറിവ് തേടിപ്പോകുന്നു. കാരണം നമുക്ക് ഇതിനകം അറിയാവുന്നതിനെ നാം അവിശ്വസിക്കുന്നു. ഏക ഉറവിടമായ ദൈവത്തെ നാം നിരസിച്ചതിനാൽ കൂടുതൽ വിശ്വസനീയമായ അറിവിനായി നാം ഭ്രാന്തമായി തിരയുന്നു. നേരെ മറിച്ച് ദൈവഭയമാണ് ജ്ഞാനത്തിന്റെ ആരംഭം എന്നാണ് വചനം പറയുന്നത്. ദൈവത്തെ വിശ്വസിക്കാനും അനുസരിക്കാനും തീരുമാനിക്കുമ്പോൾ നാം ജ്ഞാനം പ്രാപിപ്പാൻ തുടങ്ങും. അതുവഴി അവൻ ആരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. നാം അവനെ വിശ്വസിക്കുമ്പോൾ ദൈവവചനത്തെക്കുറിച്ച് സങ്കീർത്തനം 19 പറയുന്നത് പോലെ അവന്റെ വചനത്തിൽ പ്രകടിപ്പിക്കുന്ന അവന്റെ മാറ്റമില്ലാത്ത സ്വഭാവം സത്യത്തിന്റെ സ്ഥിരത കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന്റെ സ്വഭാവം അത് സൃഷ്ടിയിലും തിരുവെഴുത്തുകളിലും ഭാഗികമായി കാണപ്പെടുന്നുവെങ്കിലും പൂർണ്ണമായി നാം ദർശിക്കുന്നത് അവന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ്. അവൻ നന്മയുടെ ഏറ്റവും പൂർണ്ണമായ ഒരു മാനദണ്ഡമാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 വാക്യങ്ങളിൽ ഈ ലോകത്തിന്റെ ജ്ഞാനവും ഉയരത്തു നിന്നുള്ള ജ്ഞാനവും യാക്കോബ് പറയുന്നുണ്ട്. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യവും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും വരുത്. ഇത് ഉയരത്തു നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യവും ശാഠ്യവും ഉള്ളയിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. മുകളിൽ നിന്നുള്ള ജ്ഞാനം എന്നുള്ളത് നാം വായിച്ചതുപോലെ ദൈവവുമായും മറ്റുള്ളവരുമായും ശരിയായ ബന്ധത്തിൽ ജീവിക്കുവാൻ പഠിക്കുക എന്നതാണ്. കർത്താവായ യേശുക്രിസ്തു ആ ജ്ഞാനം തന്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. നാം അവനിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ദൈവവുമായുള്ള നിരന്തര സംസർഗത്തിൽ നിന്ന് നാം നന്മതിന്മകളെ വേർതിരിച്ചറിയാനുള്ള ജ്ഞാനവും വിവേകവും നമുക്ക് ലഭിക്കും. തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പുകളും അഭിമുഖീകരിക്കുമ്പോൾ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്നുണ്ടാക്കുന്ന തഴക്കത്താൽ നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് സാധിക്കും. ആദാമിന് വൃക്ഷഫലം തിന്നുവാനുള്ള പ്രലോഭനം വന്നപ്പോൾ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ താൻ മരിക്കുമെന്ന ദൈവവചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. ആ സമയത്ത് അവൻ വിശ്വാസവും ആത്മനിയന്ത്രണവും പാലിച്ചിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. പിശാച് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അവനെ എങ്ങനെ ചെറുക്കാമെന്നും അവൻ പഠിക്കുമായിരുന്നു. ഒരു വ്യക്തിയെ പാപത്തിലേക്ക് പ്രലോഭിക്കുന്നതിനുള്ള തൽക്ഷണ സംതൃപ്തിയുടെ ശക്തി അവൻ പഠിക്കുമായിരുന്നു. കൂടാതെ ദൈവഹിതത്തോടുള്ള ഭക്തിയോടുള്ള വിധേയത്വത്തിൽ നിന്ന് ജനിച്ച ആത്മനിയന്ത്രണത്തിന്റെ വലിയ ശക്തിയും അവൻ അറിയുമായിരുന്നു. ആദാമിന് സാധിക്കാതെ പോയ വിശ്വാസവും ആശ്രയവും തന്റെ പരീക്ഷാ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൽ നാം വ്യക്തമായി കാണാം. വൃക്ഷം ദൈവത്തിന് മാത്രം യോജിച്ച അറിവിനെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. പരിമിതമായ മനുഷ്യരെന്ന നിലയിൽ നാം നന്മയും തിന്മയും യഥാർത്ഥമായി അറിയുന്ന ഒരേ ഒരു വ്യക്തിയിൽ നിന്നുള്ള വെളിപ്പാടിനെ ആശ്രയിക്കും. ആദ്യം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ ഈ വെളിപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ദൈവമില്ലാത്ത ധാർമ്മികത, വേദപുസ്തകത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ധാർമ്മികത, അത് യഥാർത്ഥമായിട്ടുള്ള ദൈവഭക്തിയല്ല. ദൈവത്തിന്റെ കൽപ്പനകൾ പഠിക്കുന്നതിന്റെ ഫലമാണ് നന്മയും വിശുദ്ധിയും. അതൊരു പുസ്തകത്തിൽ നിന്നല്ല, മറിച്ച് അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നാണ് നാം പഠിക്കുന്നത്. അതിനാൽ വിശുദ്ധി വിശ്വാസത്തിന്റെ ഫലമാണ്. ആദാമിന് തന്റെ ജീവിതത്തിലൂടെ ദൈവത്തെ അറിയുവാൻ എല്ലാ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വന്നു. ദൈവത്തോടൊപ്പം ജീവിക്കുന്നത് അവനെ അറിയുവാനുള്ള താക്കോലാണ്. അവനോടൊപ്പം ജീവിക്കുന്നത് അവനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അവനെ അറിയുക എന്നത് നിത്യജീവന്റെ അനുഭവമാണ്. നന്മയോ തിന്മയോ അത് സ്വയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ ദൈവം നൽകിയിട്ടില്ല. മറിച്ച് അത് സർവജ്ഞാനിയായ സൃഷ്ടാവിന് മാത്രമുള്ള പ്രാഗൽഭ്യമാണ്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. മനുഷ്യൻ തനിച്ചായിരിക്കുന്നത് നല്ലതല്ലെന്ന് ദൈവം തന്റെ ജ്ഞാനത്തിൽ കാണുകയും അവന് യോജിച്ച ഒരു സഹായിയെ സൃഷ്ടിക്കുകയും പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നത്തെ ലോകം ഈ ജ്ഞാനം ഉൾക്കൊള്ളാൻ തയ്യാറല്ല. പുരുഷനും
സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കാമെന്ന് അവൻ കരുതുന്നു. ആണിനും പെണ്ണിനും ഇടയിൽ ദൈവം അതിരുകൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഞാൻ ഒരു പുരുഷന്റെ ശരീരത്തിൽ കുടുങ്ങിപ്പോയ ഒരു സ്ത്രീയാണ് എന്നും മറ്റുമുള്ള പ്രസ്താവനകൾ നാം പലപ്പോഴായി കേൾക്കുന്നു. നീ കൊല്ലരുതെന്നും ഒരു കൊലപാതകയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കയില്ലെന്നും ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. എന്നാൽ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കുഞ്ഞിനെ കൊല്ലുന്നത് കൊലപാതകമല്ലെന്ന് മനുഷ്യനും ഗവൺമെന്റുകളും കരുതുന്നു. യെശയ്യാവ് 5:20 ഇങ്ങനെ വായിക്കുന്നു: തിന്മയെ നന്മ എന്നും നന്മയെ തിന്മ എന്നും വിളിക്കുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ജീവവൃക്ഷത്തെക്കാൾ മനുഷ്യൻ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം തിന്നുവാൻ തെരഞ്ഞെടുക്കുന്നതിന്റെ വ്യക്തമായ കാരണം കർത്താവായ യേശുക്രിസ്തു താൻ പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിയുന്നു. സ്വയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന മത്സരവും സ്നേഹമില്ലായ്മയുമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. ആളുകൾക്ക് അറിവ് സമ്പാദിക്കുന്നതിൽ താല്പര്യമുണ്ട്, എന്നാൽ ഓരോ തവണയും അറിവിനായി ദൈവസന്നിധിയിൽ ഒരു ശിശുവിനെ പോലെ വരുവാൻ താഴ്മ ആവശ്യമാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് യേശു പറഞ്ഞു. നമുക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവത്താൽ കൂടാതെ നാം ബലഹീനരും കഴിവില്ലാത്തവരുമാണ് എന്ന് അംഗീകരിക്കുവാനുള്ള വിനയം നമുക്ക് ആവശ്യമാണ്. ആദ്യം ചെയ്ത പാപം കൊലപാതകമോ വ്യഭിചാരമോ മോഷണമോ അല്ല, വിനയമില്ലായ്മയും അവിശ്വാസവും അനുസരണക്കേടുമാണ്. സദൃശ്യവാക്യം 30:3 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല, പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ, കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആർ, വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ, ഭൂമിയുടെ അറുതികളെയൊക്കെയും നിയമിച്ചവൻ ആർ. അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? നിനക്കറിയാമോ? ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയം തന്നെ. ഈ കർത്താവിൽ ആശ്രയിച്ച് അവന്റെ വാക്കുകൾ കേട്ട് ജീവിപ്പാൻ വിലവനായുള്ള ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ